The last type of measure of central tendency is mode. We already studied first mean and the second is median. Now the third one is mode. Mode എന്ന് പറഞ്ഞാൽ എന്താ the number of times ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഏറ്റവും പ്രാവശ്യം വന്നിരിക്കുന്നത് ഏതാണോ that is known as the mode. Repetition എന്നാണ് അതിൻ്റെ കറക്റ്റ് മീനിങ്. ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ഏതാണെന്ന് നോക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 50 ഔട്ട് ഓഫ് 50 മാർക്സ് ഉള്ള സ്റ്റാറ്റിക് സബ്ജക്റ്റിൽ ഇപ്പോൾ 40 കിട്ടിയ ഒരു 10 കുട്ടികളുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും കൂടുതലെങ്കിൽ മോഡ് ഇസ് വോട്ട് 40. അപ്പോൾ അതേപോലെ വി ഹാവ് 3 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സീരീസ് ഹിയർ. ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ്. ഫസ്റ്റ് ഇൻഡിവിജ്വൽ സീരീസ് ഓൺലി എക്സ് വാല്യൂസ് ഹാവ് ബീൻ ഗിവൺ ടു യു. കണ്ടോ, എക്സ് മാത്രം തന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മാക്സിമം റിപ്പീറ്റേഷൻ വന്നത് ഏതാണെന്ന് നോക്കുക. ബൈ വ്യൂവിങ് ഇറ്റ്സെൽഫ് ഇറ്റ്സ് ക്ലിയർ. നോ 14 കണ്ടോ, 1 2 3 4. പിന്നെയും റിപ്പീറ്റേഷൻ ആരും ഉണ്ട് 16 2 ടൈംസ് അങ്ങനെ. അപ്പോൾ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ഏതാ 14. സോ വേറെ ഒന്നും നോക്കേണ്ട, മോഡ് ഇസ് വോട്ട് 14. വേറെ കാൽക്കുലേഷനോ ഫോർമുലയോ ഒന്നും ഇൻഡിവിജ്വൽ കേസസിൽ ഇല്ല. ഹയസ്റ്റ് വരുന്ന ഏതാണോ അതാണ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, മൂവിങ് ടു ദ ഡിസ്ക്രീറ്റ് സീരീസ്. ടൈപ്പ് ഓഫ് സീരീസ് ഇസ് ഡിസ്ക്രീറ്റ് സീരീസ്. അപ്പോൾ ഇതിൽ എക്സും എഫും തന്നിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ചെറിയ ക്ലാസ്സസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്നത് ആരാണോ അതാണെന്നും പറഞ്ഞെടുക്കുമായിരുന്നു. അതായത് ഇപ്പോൾ ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്ന 35, ഫോർ മോഡ് ഇസ് ഈക്വൽ ടു 20 എന്നും പറഞ്ഞ് എഴുതിയാൽ മതിയായിരുന്നു നമ്മൾ ചെറിയ ക്ലാസ്സസിലൊക്കെ പഠിക്കുമ്പോൾ. പക്ഷെ അതിൽ വേറെ ഒരു പ്രശ്നം വരുന്നുണ്ട്. കാരണം ഇതിൻ്റെ അർത്ഥം എന്താ, 20 മാർക്ക് 35 കുട്ടികൾക്ക് കിട്ടി. അതായത് വെറുതെ ഒന്ന് ഇൻറ്റു ചെയ്ത് നോക്കിയിട്ട് 700. അതേസമയം അതിന് തൊട്ട് താഴെയുള്ള നോക്കിയാൽ 30 കുട്ടികൾക്ക് 25 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വരുന്നത് എത്രയാണ്, 750. അപ്പോൾ അതിലൊരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ആ രീതിയിൽ ഫ്രീക്വൻസി ഹയസ്റ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എടുക്കരുത്. നിങ്ങൾക്ക് അതിന് പകരമായിട്ട് ചെയ്യാൻ വേറൊരു മാർഗമുണ്ട്. ഒരു ഗ്രൂപ്പിംഗ് ആൻഡ് അനാലിസിസ് ടേബിൾ എന്ന് പറയുന്നുണ്ട്. ആ രീതിയിൽ മാത്രമേ നമുക്ക് മോഡ് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ ഇൻ ദ കേസസ് ഓഫ് ഡിസ്ക്രീറ്റ് സീരീസ്. സോ ദ ടേബിൾ നെയിം ഇസ് ഗ്രൂപ്പിംഗ് ടേബിൾ ആൻഡ് അനാലിസിസ് ടേബിൾ. വെരി ഇമ്പോർട്ടൻറ്റ്. ഈവൻ ഇറ്റ് ക്യാൻ ബി ആസ്ക്ഡ് ഫോർ 15 മാർക്ക് ക്വസ്റ്റ്യൻ. ഇതിലാണെങ്കിലും for continuous as well as discrete series കേട്ടോ. അപ്പോൾ നോക്കിക്കോ, ഗ്രൂപ്പിംഗ് ടേബിൾ ആദ്യം ചെയ്യാം. ഗ്രൂപ്പിംഗ് ടേബിൾ ഫസ്റ്റ് ദ given is what marks is your first column. Second column is for frequency. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് കോളം ആയിട്ട് എടുക്കുന്നത് 0 തന്നിരിക്കുന്നത് 0. what it is 7 it is 10. തരുന്ന ഡാറ്റ തന്നെ നമ്മൾ എഴുതൂലേ, 10 15 20 25 30 35 40. ഇത്രയും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് നേരെ എഴുതി പോകാൻ ശ്രദ്ധിക്കുക. ഓർ അതർവൈസ് ഒരു റോ പോലെ നിങ്ങളങ്ങനെ ചെയ്താലും മതി. ഓക്കെ, ഇതിന് ഫ്രീക്വൻസി ഇറ്റ് ഇസ് 7 10 35 30 25 15 and 8. ഇനിയാണ് ഗ്രൂപ്പിംഗ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ആദ്യം ചെയ്യേണ്ടത് ഈ ഫസ്റ്റ് കോളം ഫ്രീക്വൻസി കോളത്തിൽ ഹയസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുക. ഇപ്പോൾ ഇതിൽ ഹയസ്റ്റ് ഏതാ 35. സോ ഐ ജസ്റ്റ് ഹൈലൈറ്റഡ് വിത്ത് ദിസ് സർക്കിൾ. നൗ ഗ്രൂപ്പിംഗ് ചെയ്യാൻ പോവുകയാണ്. ഗ്രൂപ്പിംഗ് ഇൻ 2s, 2 വെച്ച് ഗ്രൂപ്പ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ അഗെയിൻ ഐ ഡിവൈഡഡ് ദിസ് ഇൻ ടു 2 കോളംസ്. ഇതിനെ 2ഉം 3ഉം ആക്കി വീണ്ടും ചെയ്തു. 2 വെച്ച് ഗ്രൂപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു മസ്റ്റ് ആഡ് ദീസ് 2. 7 + 10 ഞാൻ ഇവിടെ എഴുതുവാണ് 17. ഓക്കെ, ഇനി അടുത്ത 2 പേര് എന്ന് പറഞ്ഞാൽ അതാ 35ഉം 30ഉം കൂടി ആഡ് ചെയ്തിട്ട് ഇറ്റ് ഇസ് 65. അപ്പോൾ നിങ്ങൾ ഇടയിൽ ഗ്യാപ്പ് ഇട്ട് എഴുതാൻ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് 2 എടുക്കുക, 25 and 15. ആൻസർ ഇസ് വാട്ട് 40. ഓക്കെ, കഴിഞ്ഞു. ഇനി 25 15 അല്ലേ നമ്മൾ എടുത്തത്. ഇനി എടുക്കാൻ 2 പേരില്ല, അത് തീർന്നു. ഇനി ഈ സെക്കൻഡ് കോളത്തിലെ ഹയസ്റ്റ് ആരാ, ഇറ്റ് കംസ് ഹിയർ 65 ആണ്, മനസ്സിലായി. ഇനി അടുത്തത് ഗ്രൂപ്പിംഗ് ഇൻ 2ൽ തന്നെ 2 വെച്ച് ഗ്രൂപ്പ് ചെയ്യുന്നതിൽ തേർഡ് കോളം എന്ന് പറഞ്ഞാൽ യു മസ്റ്റ് സ്കിപ്പ് ദ ഫസ്റ്റ് വാല്യൂ ആൻഡ് കൺസിഡർ ദ നെക്സ്റ്റ് 2s. 2 വെച്ച് എടുക്കണം, ആദ്യത്തെ ആളെ കളയുക. അപ്പോൾ എന്താ 10ഉം 35. 10ഉം 35 എന്ന് പറയുമ്പോൾ എത്ര വരും, 45. പിന്നെ അടുത്ത 2 30 25 എത്ര വന്നു, 55. പിന്നെ അടുത്ത 2 15 8 23. അപ്പോൾ അവിടുത്തെ ഹയസ്റ്റ് ആരാ, 55 അല്ലേ, അത് ഹൈലൈറ്റ് ചെയ്തു. ഓക്കെ, നൗ ദ ലാസ്റ്റ് കോളം ഇസ് ഫോർ ഗ്രൂപ്പിംഗ് ഇൻ 3s. ഇത് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ, അതിൽ വ്യത്യാസമില്ല. ഗ്രൂപ്പിംഗ് 3s അവിടെ 3 എടുക്കുമ്പോൾ 3 വേണം. 2 എടുക്കുമ്പോൾ 2 കോളം ആണെങ്കിൽ ഇത് 4 5
ആൻഡ് 6th. ഓക്കെ, നാലാമത്തെ കോളം എന്ന് പറഞ്ഞാൽ 3 പേരെ എടുക്കുക. അപ്പോൾ ആദ്യത്തെ 3 7ഉം 10ഉം 35ഉം എത്ര കിട്ടുന്നത്? 7ഉം 10ഉം 35ഉം ഇറ്റ് ഇസ് 52. ആ 52 10ൻ്റെ നേരെ എഴുതാം. ഓക്കെ, അടുത്ത 3 ഈ 3 കഴിഞ്ഞിട്ട് അടുത്ത ആരാ? 30 25ഉം 15ഉം എത്രയാണ് വരുന്നത്? ഇറ്റ് ഇസ് 70. ആ 70 ആർക്ക് നേരെ എഴുതണം? ആരൊക്കെ എഴുതും? 30 25ഉം 15ഉം. അപ്പോൾ ഈ 25ൻ്റെ നേരെ കൊണ്ടുപോയി 70 എഴുതാം. ഇനി 3 എടുക്കാനില്ല, അത് കഴിഞ്ഞു. ഇനി അടുത്ത കോളം എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളെ കളയുക, എന്നിട്ട് ബാക്കി 3 എടുക്കുക. അപ്പോൾ 10 35 30 എത്ര വരും? ഇറ്റ് ഇസ് 75. ആരുടെ നേരെ എഴുതും? 35യുടെ നേരെ എഴുതും 75. ഓക്കെ, പിന്നെ അടുത്ത 3 25 15 8. 25 15 8 എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് 48. 48 എവിടെ എഴുതും? 15ൻ്റെ നേരെ എഴുതാം. ഓക്കെ, ഇനി ഗ്രൂപ്പിംഗ് 3s തന്നെ 2 കളയുക, ബാക്കി 3 എടുക്കുക. അപ്പോൾ 7ഉം 10ഉം കളഞ്ഞു, ബാക്കി 3 എന്ന് പറയുമ്പോൾ ഈ 3 പേര് മാത്രമേ വരുന്നുള്ളൂ. 35ഉം 30ഉം 25ഉം. ആൻസർ എത്ര വരും? 90 വരും. ആരുടെ നേരെ എഴുതും? 30യുടെ നേരെ കൊണ്ട് 90 എഴുതി. ഓക്കെ, ഇനി 3 എടുക്കാൻ നമുക്കില്ല. അപ്പോൾ ഐ ഫോർഗോട്ട് ടു ഹൈലൈറ്റ് ദ ഹയസ്റ്റ് ഫ്രീക്വൻസി ഇൻ ഈച്ച് കോളം. ഇതിൽ ഹയസ്റ്റ് 70, ഇതിൽ 75, ദെൻ ഹിയർ കംസ് 90. ഇങ്ങനെ ഫ്രീക്വൻസീസ് ഹൈലൈറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് നേരെ അനാലിസിസ് ടേബിളിലോട്ടും കൂടി പോയി കഴിയുമ്പോൾ കറക്റ്റ് ആവും. അപ്പോൾ ഇത് അനാലിസിസ് ടേബിൾ ഞാൻ ഇത് തന്നെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുവാണ്. Analysis table, again you have to mark it as first column, second column, third, fourth and fifth, again last one as sixth column. ഇതിൽ 1 വരുമ്പോൾ 1ൻ്റെ ഇവിടെ 35 കണ്ടോ? 35 ഒരാളെ നമ്മൾ എടുത്തുള്ളൂ. 35 വന്നത് എവിടെയാണ്? ഈ 20യുടെ നേരെ അവിടെ ജസ്റ്റ് പുട്ട് എക്സ് മാർക്ക്. അതായത് ഹയസ്റ്റ് ഫ്രീക്വൻസി വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ എക്സ് മാർക്ക് ഇടുക. അതായത് രണ്ടാമത്തെ കോളത്തിൽ എന്താ? 65. 65 ഈസ് കമ്മിങ് ഇൻ ബിറ്റ്വീൻ 35. 2 എടുത്തതല്ലേ നമ്മൾ? 35ഉം 30ഉം ഈ 2 അതായത് ആരുടെയൊക്കെ നേരെയാണ്? 20ഉം 25ൻ്റെ ഇടയിൽ അവിടെ ഞാൻ എക്സ് മാർക്സ് ഇട്ടു. ഇനി തേർഡ് കോളത്തിൽ ഇറ്റ് ഇസ് 55. ദറ്റ് കംസ് ബിറ്റ്വീൻ 30 ആൻഡ് 25. ദറ്റ് മീൻസ് 25 ആൻഡ് 30യുടെ ഇടയിൽ. അപ്പോൾ 25 ആൻഡ് 30യുടെ ഇടയിൽ എക്സ് മാർക്സ് ഇട്ടു. ഓക്കെ, നൗ ഫോർത്ത് കോളം ഗ്രൂപ്പിംഗ് ഓഫ് 3. 3 പേര് വരണം. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഫ്രീക്വൻസി മാത്രം ഒരാളേ ഉള്ളൂ. സെക്കൻഡും തേർഡും എന്ന് പറയുമ്പോൾ 2 വരും. ഇനി 4 5 6 എത്ര പേരെ വരാം? നമ്മൾ 3 വരാം. 3 എക്സ് മാർക്സ് വരണം ഓരോ കോളത്തിലും. ഫോർത്ത് കോളത്തിൽ 70 ഈസ് ദ ഹയസ്റ്റ്. 70 ഹൗ വി ഗോട്ട് 70? 70 വാല്യൂ എങ്ങനെ കിട്ടിയത്? 30 25 15. ദാറ്റ് ഇസ് 25 30 35യുടെ നേരെ. 25 30 35യുടെ നേരെ. നൗ ഫിഫ്ത്ത് കോളം 75 is the highest. That comes as a total sum of 35 30 and 10, right? അതായത് 15 20 25. 15 എന്ന് പറയുമ്പോൾ ഇവിടെ 15 20 25. ഇനി the last column for 90 comes as a sum of 3. ആരൊക്കെ തമ്മിലാ? 35 30 25. that is 20 25 30. 20 എന്ന് പറയുമ്പോൾ ഇവിടെ 20 25 30 ഇങ്ങനെ വന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ടോട്ടൽ, ലാസ്റ്റ് കോളം ഫോർ ടോട്ടൽ എത്ര എണ്ണം വന്നു എന്ന് അറിയാനായിട്ട് ഇവിടെ നമുക്ക് 0, ഇവിടെ നമുക്ക് 1, ഇവിടെ നമുക്ക് 4, ഇവിടെ നമുക്ക് 5, ഇവിടെ നമുക്ക് 3, ഇവിടെ 1 കണ്ടോ? അപ്പോൾ ഇതിൽ ഹയസ്റ്റ് ഏത് വന്നത്? 5 വന്നതാണ്. അത് എവിടെയാണ് വന്നത്? 25. അപ്പോൾ മോഡ് ഏതാണ്? മോഡ് 25 ആണ്. ഇറ്റ്സ് നോട്ട് 30 കണ്ടോ? മോഡ് ഇസ് ഈക്വൽ ടു 25. അപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പിംഗ് ആൻഡ് അനാലിസിസ് ടേബിൾ വെച്ചിട്ട് കറക്റ്റായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഈ സംഭവത്തിനും 15 മാർക്സ് ചോദിക്കാറുണ്ട് അവർ. ബൈ ഗ്രൂപ്പിംഗ് ആൻഡ് അനാലിസിസ് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ചെയ്യണം. അപ്പോൾ ബൈ മിസ്റ്റേക്ക് ഹയസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പകാലത്തിൽ പഠിച്ച പോലെ അല്ല, അതിന് വേറൊരു കോൺസെപ്റ്റ് ഉണ്ടെന്നുള്ളതാണ് ഇതിൽ. അതായത് 20 × 35 ആ ഒരു മൈൻഡിൽ എടുത്താലും മതി. അല്ലെങ്കിൽ ഇതാണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതേപോലെ തന്നെ കണ്ടിന്യൂസ് സീരീസും കൂടിയുണ്ട്. Now the last type of series is continuous series. Continuous series നമ്മൾ മീഡിയനിലൊക്കെ കാണുന്ന പോലെ 2 ഫ്രീക്വൻസി ക്യുമുലേറ്റീവ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ക്യുമുലേറ്റീവ് വേണ്ട, പക്ഷേ ഒരു ഇൻ്റർവൽ തരുമ്പോൾ മോഡ് ഏതാണെന്നുള്ളത് ആ ഇൻ്റർവലിൻ്റെ ഉള്ളിൽ കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഫോർമുല, സ്റ്റാൻഡേർഡ് ഫോർമുല ഇതാണ്. L1 is your lower limit and you will be having the frequency 3 ടൈപ്പ് ഉണ്ട് അവിടെ. You can see frequency F as 0, F1 and F2. അതിൽ F1 ആണെങ്കിൽ നമ്മുടെ ആ കറക്റ്റ് റേഞ്ചിൽ വരുന്ന ഫ്രീക്വൻസി, അതിൻ്റെ പ്രീവിയസ് ഫ്രീക്വൻസി ആയിരിക്കും F0, അതിന് ശേഷമുള്ള ഫ്രീക്വൻസിയാണ് F2. ദ റെസ്റ്റ് ഓഫ് ദ തിങ് അത് കാൽക്കുലേഷൻ ചെയ്താൽ മതി. L2 - L1 മീൻസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പോൾ ഇതാണ് യൂഷ്വലി യൂസിങ് ഫോർമുല. ഇനി ഇതിൻ്റെ 2 സ്പെഷ്യൽ കേസസും കൂടി ഇതിൽ വരുന്നുണ്ട്. ദർ ഇസ് എ സ്ലൈറ്റ് ഡിഫറൻസ് ഇൻ ദ സ്റ്റാൻഡേർഡ് ഫോർമുല ഫ്രം ദ ഫസ്റ്റ് കേസ്. കാരണം ഇങ്ങനെ വരും,
അത് എപ്പോഴാണെന്ന് വെച്ചാൽ അതായത് മുകളിൽ F2 by F0 plus F2. ദർ ഇസ് നോ F1 വാല്യൂ ഹിയർ. അത് എപ്പോഴാണെന്നുള്ളത് ഞാൻ അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ക്ലാസിൻ്റെ ഫ്രീക്വൻസിനേക്കാളും വലുതാണ് അതിൻ്റെ തൊട്ട് മുമ്പിൽ കിടക്കുന്നതെങ്കിൽ നമുക്ക് ആ റേഞ്ചിൻ്റെ ഉള്ളിൽ കിട്ടില്ല. അപ്പോൾ അറ്റ് ദാറ്റ് ടൈം യു ഹാവ് ടു അപ്ലൈ ദിസ് പെർട്ടിക്കുലർ ഫോർമുല. കേട്ടോ, അത് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും എന്തുകൊണ്ടാണെന്ന്. And finally, you have to apply this empirical relationship. Empirical relationship എന്ന് വെച്ചാൽ ഇത് രണ്ടും അല്ലാതെ mod is equal to 3 median minus 2 mean എന്ന് പറഞ്ഞൊരു ഫോർമുല യൂസ് ചെയ്യണം. അപ്പോൾ യു നോ ഹൗ ടു കാൽക്കുലേറ്റ് ദ മീൻ ആൻഡ് മീഡിയൻ. നമുക്ക് ഏത് മെത്തേഡിലൂടെയും മീനും മീഡിയനും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ കിട്ടുന്ന ആൻസറിനെ മീഡിയനെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുക, മീനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്ത ശേഷം മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി യുവർ മോഡ്. അത് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഒരു 15 മാർക്ക് ക്വസ്റ്റിന് ഫൈൻഡ് മീൻ മീഡിയൻ മോഡ് എന്ന് പറയുവാണെങ്കിൽ മീനും മീഡിയനും കണ്ടാൽ മതി. ആ റിലേഷനിൽ നിന്ന് ഈ എംപിറിക്കൽ റിലേഷൻഷിപ്പിലൂടെ യു വിൽ ബി ഗെറ്റിംഗ് ദ വാല്യൂ ഓഫ് മോഡ്. ഈ സിറ്റുവേഷൻ യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ബൈ മോഡൽ ഡിസ്ട്രിബ്യൂഷൻ. ബൈ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഒരേപോലത്തെ ഹയസ്റ്റ് ഫ്രീക്വൻസി വരും. ആ സിറ്റുവേഷനിലാണ് വി ആർ യൂസിങ് ദിസ് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പോൾ ഈ 3 കേസസും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. Here comes the first question of a continuous series. Kind of below 10, below 20, ഞാൻ സൈൻ അപ്പ് ഇട്ടേക്കണം. അപ് ടു ബിലോ 90 നമ്പർ ഓഫ് വർക്കേഴ്സ് ദേ ഹാവ് ഗിവൻ അല്ലേ. അപ്പം ഞാനിത് പറഞ്ഞായിരുന്നു ഇൻ ദ കേസസ് ഓഫ് മീനിൽ നമ്മൾ ഇതേപോലെ തന്നെ ഒരു ലെസ് ദാൻ അബവ് വാല്യൂ എന്നൊക്കെ പറഞ്ഞ് എടുത്ത ക്വസ്റ്റ്യനിൽ വാട്ട് യു ടു ഡു യുവർ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് യു ഹാവ് ടു കൺവേർട്ട് ദിസ് ഇൻ ദാറ്റ്സ് എ റേഞ്ച് ഫോം. ബിലോ 10 എന്ന് പറയുമ്പോൾ 0 to 10, ലെസ് ദാൻ 20 എന്ന് പറയുമ്പോൾ അടുത്ത ക്ലാസ് ലെവലായിട്ട് ബിലോ 10 വി ഓൾറെഡി വി ഹാവ്. അപ്പോൾ അടുത്ത് എന്ത് വരും 10 to 20, 20 to 30, അങ്ങനെ അപ് ടു ലെസ് ദാൻ 90, ദാറ്റ് ഇസ് 80 to 90 റേഞ്ചിൽ വരും. ആൻഡ് ദ നമ്പർ ഓഫ് വർക്കേഴ്സ് ദേ ഹാവ് ഗിവൺ ആസ് എ ക്യുമുലേറ്റഡ് വൺ. ബിലോ 10 4 ആണ്. അപ്പോൾ 20ലും താഴെ എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിംഗ് ദറ്റ് 4 ദേ ഹാവ് ഗിവൺ ഇറ്റ് ആസ് 12 അല്ലേ. അപ്പോൾ നമുക്ക് വി റിക്വയർ ഓൺലി ദാറ്റ് നമ്പർ ഓഫ് വർക്കേഴ്സ് ഇൻ ദ ഇൻ്റർവൽ 10 to 20. മൊത്തം 20 താഴെ വേണമെങ്കിൽ 10 to 20യുടെ റേഞ്ചിൽ മതി. So in such situations, you have to subtract the frequency, cumulated frequency, to an individual frequency or interval frequency at a convert here. So what I did here is 0 to 10 in interval of the wages, then frequency kanda aduthu 4 as it is, പിന്നെ 12 minus 4 8, 30 minus 12 18, 60 minus 30 30 അങ്ങനെ ആയിട്ട് എഴുതി. അപ്പോൾ ദിസ് ഈസ് യുവർ ഫസ്റ്റ് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ഓൾറെഡി ഞാൻ ചെയ്തുകൊണ്ട് വീണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. യു ഹാവ് ടു കാൽക്കുലേറ്റ് ദ മൂഡ്. അപ്പോൾ മൂഡ് കാണണമെന്നുണ്ടെങ്കിൽ വാട്ട് യു ഡിഡ് ഇൻ ദ ഡിസ്ക്രീറ്റ് സീരീസ് ദ സെയിം സ്റ്റെപ്സ് ഹാവ് ബീൻ ടു ബി ഫോളോഡ് ഹിയർ ഓൾസോ. ഗ്രൂപ്പിംഗ് ആൻഡ് അനാലിസിസ് ടേബിളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഗ്രൂപ്പിംഗ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ആദ്യത്തെ ഞാനിനി വീണ്ടും കൂടുതലായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. ഞാനിവിടെ ചെയ്തതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാം. ദിസ് ഇസ് ഗ്രൂപ്പിംഗ് ഇൻ ടൂസ്. ഗ്രൂപ്പിംഗ് ഇൻ ടൂസ്, ദിസ് ഇസ് യുവർ ഫസ്റ്റ് കോളം. ഇവിടെ സെക്കൻഡ് ആൻഡ് തേർഡ് ഞാൻ എഴുതും ഇനി. പിന്നെ ശേഷം ഗ്രൂപ്പിംഗ് ടൂസ്, അതിനുശേഷം ഗ്രൂപ്പിംഗ് ത്രീസ്. ഗ്രൂപ്പിംഗ് ത്രീസിൽ എന്ത് വേണം? 4th കോളം, 5th കോളം, 6th കോളം. അപ്പോൾ അത് ഞാൻ ഫുള്ള് ചെയ്യാം. നിങ്ങൾ അതേപോലെയാണോ കിട്ടിയിരിക്കണതെന്ന് നോക്കാം. ശേഷം ഈ റിക്വയർ വേർഡ് അനാലിസിസ് ടേബിൾ അല്ലേ. അനാലിസിസ് ടേബിളും കൂടി വേണം. അതും കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് ഫോർമുലയിലോട്ട് പോവാം. പ്രോബ്ലം അതേപോലെ ഞാൻ ഗ്രൂപ്പിംഗ് ആൻഡ് അനാലിസിസ് ടേബിൾ അതിലൊന്നും ഒരു വ്യത്യാസമില്ല. ഗ്രൂപ്പിംഗ് ഇൻ ടൂസ് ആൻഡ് ഗ്രൂപ്പിംഗ് ഇൻ ട്രീസ്. ഹൈലൈറ്റ് ദ ഹൈയസ്റ്റ് ഫ്രീക്വൻസി, ദാറ്റ് ഇസ് 30 I highlighted, 14 I highlighted, 50, 60 here, 56 and 68. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് മാർക്സ് യു ഹാവ് പുട്ട് ഇൻ ദ അനാലിസിസ് ടേബിൾ. അതിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് ഏതാ? It's 6 അല്ലേ. 6 എന്ന് പറയുന്നത് ഇറ്റ്സ് കംസ് അണ്ടർ ദ ക്ലാസ് 30 to 40. ഇതാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, 30 to 40. ഇനി അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ മോഡ് വരുന്നതെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇനിയാണ് നമ്മൾ ഫോർമുല അപ്ലൈ ചെയ്യുന്നത്. സോ ഐ എം ജസ്റ്റ് റബ്ബിംഗ് ദ ഗ്രൂപ്പിംഗ് ആൻഡ് അനാലിസിസ് ടേബിൾ നൗ. ഈ ഏതാണെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഈ ഗ്രൂപ്പിംഗ് ആൻഡ് അനാലിസിസ് ടേബിൾ നമ്മൾ കണ്ടുപിടിച്ചത്. കണ്ടോ, 6 is the highest. കാണുന്നുണ്ടല്ലോ അല്ലേ നിങ്ങൾ? ടോട്ടലിൽ 6 ഹയസ്റ്റ്. അപ്പോൾ ആ ക്ലാസ് ഇൻ്റർവൽ നമ്മൾ എടുത്തു. ഇനി നമുക്ക് ഗ്രൂപ്പിംഗ് ആൻഡ് അനാലിസിസ് ടേബിൾ വേണ്ട, നേരെ ഫോർമുലയിലോട്ട് വന്നാൽ മതി. സ്റ്റാൻഡേർഡ് ഫോർമുല L1 plus F1 minus F0 divided by 2F1 etc. അതിൽ ആദ്യം ആരൊക്കെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. ക്ലാസ് ഇൻ്റർവൽ ദിസ് ഇസ് യുവർ L1 and L2. ഓക്കെ, L1 L2. ഇതിന് നേരെ വരുന്ന ആളാണ് മെയിൻ ഫ്രീക്വൻസി, മാർക്ക് ഇറ്റ് ആസ് F1. ഇതിൻ്റെ പ്രീവിയസ് ഫ്രീക്വൻസിയാണ് F0. ഇവിടെ ക്യുമുലേറ്റീവ് ഒന്നും ആവശ്യമില്ല, ഫ്രീക്വൻസീസ് മാത്രം മതി മോഡിൻ്റെ കേസിൽ. വേണ്ട, F1 ഇസ് എ മിഡിൽ വൺ. അതിൻ്റെ മുന്നത്തെയും പിന്നത്തെയും എന്ന് പറഞ്ഞാൽ 0യും 2 എടുക്കുന്നു. Okay, so everything we got. What is the L1 value here? 30 plus F1 minus F0. F1 minus F0 means 30 minus 18. 30 minus 18 എത്രയാണ് വരുന്നത്? That is 20. Sorry, it's 12. Right? 12 divided by 2F1. That is 2 into 30, 60.
minus f0, it is 18, minus f2, it is 20, into L2 minus L1, that is 40 minus 30, it is 10. അപ്പോൾ എന്ത് തോന്നുന്നു 30 പ്ലസ് 12 ഇൻറ്റു 10 120. ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്താ വരുന്നത് 40 60 മൈനസ് 20 40 40 മൈനസ് 18 ഇറ്റ് ഇസ് 22. ഇനി എന്താ 30 പ്ലസ് 120/22 എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത് ഇറ്റ് ഇസ് 5.45. ഓക്കെ, സോ വാട്ട് ഇസ് യുവർ ആൻസർ 35.45. ശരിയല്ലേ? നമുക്ക് 30 to 40 ആയിരുന്നു മോഡ് വന്നത്, ക്ലാസ് ഇൻ്റർവൽ വന്നത്, അതിൻ്റെ ഇടയിലല്ലേ ഈ 35.45. അത് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്തു. ഓക്കെ, ദിസ് ഇസ് അവർ ഫസ്റ്റ് കേസ്. ഇനി സെക്കൻഡ് കേസ് ഞാൻ പറഞ്ഞു അങ്ങനെ കിട്ടാത്ത ഒരു കേസ് ഉണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ വേറൊരു ഫോമുല യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇനി അതിലേക്ക് നോക്കാം. നെക്സ്റ്റ് കേസ് മാർക്സ് എബവ് 0 എബവ് 10. നമ്മൾ നേരത്തെ ചെയ്ത ബിലോൻ്റെ നേരെ ഓപ്പോസിറ്റ് കേസ്. ഇതും നമ്മൾ മീനിൽ ചെയ്തതാണ്. അബവ് കേസ് വരുമ്പോൾ അതിനെയും ക്ലാസ് ഇൻ്റർവൽ ആക്കി എഴുതുക, അതായത് 0 to 10 10 to 20. ഫ്രീക്വൻസി ഗിവൻ ആസ് ക്യുമുലേറ്റഡ് 1, ഓൾ ടുഗദർ ആണ് 122. അതായത് 0-നേക്കാളും കൂടുതൽ മാർക്സ് കിട്ടിയവർ 122 വരുന്നുണ്ട്. അവരെ ഓരോ ഇൻ്റർവൽ ആക്കി മാറ്റാം. ഇൻ സച്ച് സിറ്റുവേഷൻസ് യു ഹാവ് ടു സബ്ട്രാക്ട്. 122 118 കുറയ്ക്കുക. 4 പേരെ 0 to 10 റേഞ്ചിൽ വരുള്ളൂ. പിന്നെ 118 മൈനസ് 112 6. അങ്ങനെ ഇൻ്റർവൽ ആക്കി മാറ്റി ലാസ്റ്റ് വരെ എഴുതുക. പിന്നെ ഗ്രൂപ്പിംഗ് 2s ഗ്രൂപ്പിംഗ് 3s അനാലിസിസ് വരെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് നോട്ട് ചെയ്യുക. ആൻഡ് ദ തിങ് ഹാപ്പൻഡ് ഇയർ ഇസ് ദ ലാസ്റ്റ് ടോട്ടൽ നിങ്ങൾ നോക്കിക്കുക. ലാസ്റ്റ് ടോട്ടൽ വരുന്ന അനുസരിച്ചാണ് നമ്മൾ ഏത് ഇൻ്റർവെലിനാണ് നമ്മൾ മോഡ് വരുന്നത് എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പ്രശ്നം വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണുന്നുണ്ടോ നിങ്ങൾ, വി ഗോട്ട് 2 5s ഹിയർ. കണ്ടോ 2 5s വന്നു ടോട്ടൽ. കണ്ടോ 2 5, അതായത് 13 14 വന്നു, 14 15 വന്നു. കാണുന്നുണ്ടോ നിങ്ങൾ ലാസ്റ്റ് 2 5. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പഠിച്ച തേർഡ് കേസ്, നോട്ട് ദ സെക്കൻഡ് കേസ്, തേർഡ് കേസ് എന്ന് പറഞ്ഞാൽ ബൈ മോഡൽ. രണ്ടെണ്ണം ഒരേപോലെ വരുന്നതാണ് ബൈ മോഡൽ. അപ്പോൾ അവിടെ നമുക്ക് ഫോർമുല യൂസ് ചെയ്യാൻ പറ്റില്ല. ആ സിറ്റുവേഷനിൽ നമ്മൾ തേർഡ് ഫോർമുല, ഒരു മീനും മീഡിയൻ്റെ ഒരു ഫോർമുല ഇല്ലേ, ആ ഫോർമുലയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ മീൻ കാണണം, മീഡിയൻ കാണണം, ശേഷം മാത്രമേ മോഡ് കാണാൻ പറ്റുള്ളൂ. കണ്ടോ, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് വി ആർ അപ്ലൈങ് ദ എംപിറിക്കൽ റിലേഷൻഷിപ്പ്. മോഡ് ഇസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യണം, മീനും മീഡിയനും ആദ്യം കണ്ടുപിടിക്കുക. ഓക്കെ, നമ്മളിവിടെ എന്തൊക്കെ കണ്ടുപിടിച്ചു, മീൻ കണ്ടുപിടിച്ചു, മീഡിയന് വേണ്ടിയിട്ടുള്ള എല്ലാ ആവശ്യങ്ങളെല്ലാം കണ്ടുപിടിച്ചു. അപ്പോൾ മീൻ എന്ത് വേണം നമുക്ക്, എക്സ് കാണാം. അപ്പോൾ എക്സിന് ഞാൻ ക്ലാസ് ഇൻ്റർവെലിന് മിഡ് വാല്യൂ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ഇതൊക്കെ ചെയ്യിപ്പിച്ചതാണ്. ഡീവിയേഷൻ വലിയ വാല്യൂ ആയതുകൊണ്ട് ഡീവിയേഷൻ dx is equal to x minus a. I took 35 as a mid value. 35 45 എടുക്കാം, അത് ഇഷ്യൂ ഇല്ല. dx വാല്യൂ കണ്ടുപിടിച്ചു, ശേഷം f dx ഇതും കൂടി ഇൻറ്റു ചെയ്തു. വി ഗോട്ട് ദ വാല്യൂ സം ആസ് 550. ഇത്രയാണ് നമുക്ക് മീൻ ആവശ്യം. എഫ് എങ്ങനെയായിരുന്നു ഫോർമുല, എ പ്ലസ് മീൻ കാണാനുള്ള ഫോർമുല എക്സ് ബാർ ഇസ് ഈക്വൽ ടു എ പ്ലസ് സിഗ്മ എഫ് ഡി എക്സ് ബൈ സിഗ്മ എഫ്. എ എന്ന് പറഞ്ഞാൽ അസ്യൂംഡ് മീൻ ഇസ് വാട്ട് 35. സിഗ്മ എഫ് ഡി എക്സ് ടോട്ടൽ എത്രയാണ് 550 ഡിവൈഡഡ് ബൈ എഫ് ടോട്ടൽ ഇസ് വാട്ട് 122. അത് രണ്ടും കൂടി സോൾവ് ചെയ്തു. വി ഗോട്ട് ദ റിസൾട്ട് ആസ് വാട്ട് 39.5 മീൻ കിട്ടി. ഇനി മീഡിയൻ കാണാനായിട്ട് എന്ത് വേണം, കണ്ടിന്യൂസ് സീരീസ് ആണെങ്കിൽ എന്താ വേണ്ടത്, വി റിക്വയർഡ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അപ്പോൾ ഫ്രീക്വൻസിനെ ക്യുമുലേറ്റ് ചെയ്ത് ലാസ്റ്റ് നമുക്ക് 30 122 കിട്ടി. ദാറ്റ് ഈസ് ദ ടോട്ടൽ ഓഫ് ദ ഫ്രീക്വൻസി ഓൾസോ. ഓക്കെ, അതിനുശേഷം എന്താ n/2th ഐറ്റം നോക്കാം. ഏത് ക്ലാസ് ഇൻ്റർവെലാണ് വരുന്നതെന്ന് അറിയാൻ n/2th ഐറ്റം, അതായത് 122/2 എന്ന് വെച്ചാൽ 61 വരും. 61 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വരുന്നത് 62. ദാറ്റ് കംസ്. കണ്ട, ആ രണ്ട് കൺഫ്യൂഷൻ നമുക്ക് അങ്ങോട്ട് ഒഴിഞ്ഞു കിട്ടി. ഇതിൽ ഏതാണെന്നുള്ളതായിരുന്നു. അപ്പോൾ 30 to 40 നേരെയാണ് വന്നേക്കുന്നത്. അപ്പോൾ 30 to 40 ആണ് ഇൻ്റർവെൽ നമ്മൾ സെലക്ട് ചെയ്തത്. ഇനി മീഡിയൻ കാണാനുള്ള ഫോർമുല നമ്മൾ ക്ലാസ് ഇൻ്റർവെൽ ടൈപ്പിൽ പഠിച്ചതല്ലേ, L1 പ്ലസ് L2 മൈനസ് L1 ബൈ എഫ് ഇൻറ്റു N2 മൈനസ് സി എഫ് പ്രീവിയസ്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് പ്രീവിയസ്. അപ്പോൾ 30 പ്ലസ് L2 മൈനസ് L1 എന്ന് പറയുമ്പോൾ 10 ബൈ ഫ്രീക്വൻസി ഇവിടുത്തെ നേരെയുള്ളത് എത്രയാണ്, ഒറിജിനൽ ഫ്രീക്വൻസി 32, n/2 എന്ന് പറയുന്നത് 61 ആണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി പ്രീവിയസ്, അത് ഈ 62ൻ്റെ മേളിലുള്ളത് 30. അത് സോൾവ് ചെയ്തപ്പോൾ വി ഗോട്ട് ദ റിസൾട്ട് ആസ് വാട്ട് 39.69 കിട്ടി. ഓൾമോസ്റ്റ് ഈക്വൽ ആണ് കേട്ടോ, മീനും മീഡിയനും ഏകദേശം ഒരേപോലെ ഉണ്ട്. ഇനി ആഫ്റ്റർ ഗെറ്റിംഗ് ദിസ് മീൻ ആൻഡ് മീഡിയൻ വി നോ ദ എംപിറിക്കൽ റിലേഷൻഷിപ്പ് ടു ഫൈൻഡ് മോഡ്. എങ്ങനെയായിരുന്നു, 3 മീഡിയൻ മൈനസ് 2 മീൻ, ഇതല്ലേ നമ്മൾ പഠിച്ചത്, പുതിയതായിട്ട് പഠിച്ചത്. അപ്പോൾ എങ്ങനെ വരും, 3 ഇൻറ്റു മീഡിയൻ എത്രയാണ് 39.69 മൈനസ് 2 ഇൻറ്റു മീഡിയൻ ഇസ് ഓൾസോ 39.51. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് 3 ഇൻറ്റു 39 എന്ന് പറയുമ്പോഴേക്കും 119.07 മൈനസ് 79.02. ആൻസർ ഇസ് ഓൾമോസ്റ്റ് ഈക്വലൻ ടു 39. എത്രയാണ് വരുന്നത്, 40 പോയിൻറ്റ്. കണ്ടോ 40 ആണ് ഇത്, 40.05. ഓൾമോസ്റ്റ് 39 40 എന്ന് പറഞ്ഞാൽ സെയിം റേഞ്ച് അല്ലേ.
അങ്ങനെ നമുക്ക് മോഡ് കിട്ടി. അപ്പോൾ മീനും മീഡിയനും ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഈസി ടു ഫൈൻഡ് മോഡ്. അപ്പോൾ ഗ്രൂപ്പിംഗ് ആൻഡ് അനാലിസിസ് ടേബിൾ കിട്ടാത്തത് എപ്പോഴാണെന്ന് മനസ്സിലായില്ലേ? ബൈ മോഡൽ സീരീസ് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയാൽ മാത്രമേ അത് ഏത് ഇൻ്റർവെല്ലാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, വൺ മോർ കേസസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലാസ് ഇൻ്റർവൽ ഗിവൺ. ഡയറക്റ്റ് ആയിട്ടുള്ള ക്ലാസ് ഇൻ്റർവൽ ആണ്. നേരത്തെ പറഞ്ഞ പോലെ ബിലോ എബവ് ഒന്നുമില്ല, കണ്ടിന്യൂസ് ആണ്. 10ൽ അവസാനിക്കുന്നു, 10ൽ സ്റ്റാർട്ട് ചെയ്യും. നോർമൽ ക്ലാസ് ഇൻ്റർവൽ, ഫ്രീക്വൻസി ഓൾസോ ഗിവൺ. അപ്പോൾ ക്ലാസ് ഇൻ്റർവൽ എഴുതി, ഫ്രീക്വൻസി എഴുതി, ഗ്രൂപ്പിംഗ് ആൻഡ് അനാലിസിസ് ടേബിൾ എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇതൊക്കെ ചെയ്യാൻ ഇപ്പോൾ പഠിച്ചു നിങ്ങൾ. ഓരോന്നിനെ ഹയസ്റ്റ് ഫ്രീക്വൻസി ഹൈലൈറ്റ് ചെയ്തു. വി ഗോട്ട് ദ ടോട്ടൽ ആസ് നമ്പേഴ്സ് കിട്ടി. അതിൽ ഹയസ്റ്റ് ഏതാ 5 ആണെന്ന് മനസ്സിലായി. ആ 5ൻ്റെ നേരെ വരുന്ന ഇൻ്റർവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 to 30 ആണ്. ഓക്കെ, 25 to 30. അപ്പോൾ 25 to 30 വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കാൻ പോവുകയാണേ. അപ്പോൾ ബാക്കി ഞാൻ ഗ്രൂപ്പിംഗ് ആൻഡ് അനാലിസിസ് ടേബിൾ മാറ്റിയിട്ട് ഫോർമുല അപ്ലൈ ചെയ്യാൻ പോവുക. ഫോർമുല അപ്പോൾ ക്ലാസ് ഇൻ്റർവൽ നമുക്ക് കിട്ടി 25 to 30 ആണെന്നുള്ളത് ഗ്രൂപ്പിംഗ് ആൻഡ് അനാലിസിസ് ടേബിളിൽ നിന്നും കിട്ടി. 25 to 30 L1 എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് ഇസ് 25. ഫ്രീക്വൻസി വി ഹാവ് സെലക്റ്റഡ്. 25 to 30 ഇതാണ് ഫ്രീക്വൻസി നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. ഇത് 152 ഇതാണ് റേഞ്ച് വരുന്നത്. സോ ദിസ് ഇസ് F1, ദിസ് ഇസ് F0 ആൻഡ് ദിസ് ഇസ് F2. ഓക്കെ, അപ്പം ഇതിൽ 25 F1 എന്ന് പറയുന്നത് എത്രയാണ്? 152 മൈനസ് F0 is 180 ഡിവൈഡഡ് ബൈ 2F1 എന്ന് പറയുമ്പോൾ 2 into 152 ഇറ്റ് ഇസ് 4 10 304 അല്ലേ. 304 minus F0 is 180 and F2 is what? 120 into L2 minus L1, that is 5. ഇത് ചെയ്തു. അപ്പോൾ 25 പ്ലസ് ഇത് മൈനസ് ചെയ്യുമ്പോൾ മൈനസ് 140. ഇതൊക്കെ സോൾവ് ചെയ്ത് വരുമ്പോൾ 4 കിട്ടും ഇൻറ്റു 5. അതായത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 25 മൈനസ് 35 is equal to -10 എന്നുള്ളൊരു ആൻസറാണ് കിട്ടുന്നത്. വിച്ച് ഇസ് റോങ്, വിച്ച് ഇസ് ഡസ് നോട്ട് ലൈ ഇൻ ദിസ് ക്ലാസ് ഇൻ്റർവൽ. കണ്ടോ? അപ്പോൾ ഇതാണ് നമ്മൾ സെക്കൻഡ് പഠിച്ച സബ് കേസ് എന്ന് പറഞ്ഞത്. ഈവൻ ദോ വി അപ്ലൈ ദ സ്റ്റാൻഡേർഡ് ഫോർമുല, സംടൈംസ് നമുക്ക് കിട്ടാതിരിക്കും. അത് എന്തുകൊണ്ടാണ് കിട്ടാത്തതെന്ന് അറിയാം. അപ്പോൾ എപ്പോഴും ഓർക്കുക, നമ്മുടെ ഫൈനൽ ആൻസർ ഇതിൻ്റെ ഇടയിലുള്ള ഇൻ്റർവൽ അല്ല എന്നുണ്ടെങ്കിൽ സംതിങ് ഗോസ് റോങ്. അപ്പോൾ ആ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു, കണ്ടീഷനോട് ഞാൻ തന്നിട്ടുണ്ട്. നമ്മുടെ ഫ്രീക്വൻസി എത്രയാണ്? 152. പ്രിസീഡിങ് ഫ്രീക്വൻസി അതിനേക്കാളും കൂടുവാണെങ്കിൽ യു ഹാവ് ടു അപ്ലൈ അനദർ ഫോർമുല. അപ്പോൾ ഇതല്ല ചെയ്യേണ്ടത്. ഇവിടെ കാണുമ്പോൾ തന്നെ F0 കൂടുതലാവരുത്, ചെറുതാവണം എപ്പോഴും. അതല്ലാന്നുണ്ടെങ്കിൽ ഇതല്ല ഫോർമുല യൂസ് ചെയ്യേണ്ടത്, അടുത്ത ടൈപ്പ് ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് ഏതായിരുന്നു മോഡ് കാണാനുള്ള അടുത്ത ഫോർമുല എന്തായിരുന്നു? ഇറ്റ് ഈസ് L1 plus F2 by F0 plus F2 into L2 minus L1. അപ്പോൾ L1 എത്രയാണ്? 25 തന്നെ. F2 എത്രയാണ് വന്നിരിക്കുന്നത്? 120 ആണ്. F0 is 180, F2 is 120, it is 300. L2 minus L1 എത്ര വരും? 5 വന്നു. So 25 plus 120 into 5, it is 600 by 300. 600 by 300 എത്രയാണ്? 2 ആണല്ലേ. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 27. കണ്ടോ? 25 to 30 ഇടയിൽ തന്നെ വന്നില്ലേ? 27 എന്നും പറഞ്ഞുള്ള ആൻസർ കിട്ടി. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനും കൂടി നോക്കാം. 3 ഡിഫറെൻറ്റ് കേസസ് നമ്മൾ പഠിച്ചു. പിന്നെ നിങ്ങൾക്ക് അത് ടെക്സ്റ്റ് ബുക്കിൽ നോക്കുമ്പോൾ അറിയാം, വേറെ ഒരു 2 മാർക്സ് 4 മാർക്ക് ക്വസ്റ്റ്യനിൽ കാണുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് മീൻ തരും, മീഡിയം തരും, മോഡ് കണ്ടുപിടിക്കാൻ. നമ്മൾ എംപെറിക്കൽ റിലേഷൻഷിപ്പ് പഠിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അതിലെ മീനും മോഡും തരും, മീഡിയം കണ്ടുപിടിക്കാനും ആ സെയിം റിലേഷൻ ചെയ്താൽ മതി. അപ്പോൾ അതിലത്തെ പ്രോബ്ലംസ് എല്ലാം നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ബാക്കി നമുക്ക് ലൈവ് ക്ലാസ്സസിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു.